ഇന്നലെ പാലക്കാട് ചിറ്റൂരിൽ കാണാതായ സുഹാനെ 6 വയസ്സുകാരനെ തിരയുകയാണ് ഇപ്പോഴും പോലീസ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സഹോദരനുമായിട്ട് വഴക്കിട്ട് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീട്ടുകാരൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കാണാൻ സാധിച്ചില്ല. തൊട്ടടുത്ത് ഒരു പാടമുണ്ട്, തൊട്ടടുത്തൊരു കുളമുണ്ട്. ഈ പ്രദേശത്തൊക്കെ പരിശോധന നടത്തിയെങ്കിലും അവിടെയൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സുഹാൻ എവിടെ പോയി എന്ന ചോദ്യമാണ് പാലക്കാട് ചിറ്റൂരിൽ നിന്ന് ഉയരുന്നത്. നമ്മുടെ പ്രതിനിധി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരും. കൂടുതൽ വിവരങ്ങളുമായി ഇന്നലെ രാവിലെ 11-12 മണിക്ക് ഈ സുഹാൻ തൻ്റെ ജ്യേഷ്ഠരുമായിട്ട് സഹോദരനുമായിട്ട് വഴക്കിട്ടു. അതിനുശേഷം ഒന്ന് ഇറങ്ങിപ്പോയതാണ്. എവിടേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ തെരച്ചിൽ ഇപ്പോഴും സജീവമാവുകയാണ്. ചിറ്റൂരിൽ പലയിടങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാം, നമ്മൾ ഈ ചിറ്റൂരൊക്കെ തമിഴ്നാടിൻ്റെ അതിർത്തി പങ്കിടുന്നൊരു പ്രദേശം കൂടിയാണ്. എന്താണ് സംഭവിച്ചത്? ഈ കുട്ടി ഏതെങ്കിലും വണ്ടി കയറി പോയോ എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ആ പരിസരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അമ്പാട്ടുപാളയത്തെ പരിശോധനയാണ്. CCTV ദൃശ്യങ്ങളിൽ കുട്ടി പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം. കുട്ടി ഇങ്ങനെ പിണങ്ങിപ്പോകുന്നത് മറ്റാരും അധികം കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. പാലക്കാട് ചിറ്റൂരിലെ 6 വയസ്സുകാരൻ സുഹാനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വീണ്ടും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗമെത്തി വീണ്ടും തെരച്ചിൽ തുടരും. ചിറ്റൂർ അമ്പാട്ടുപാളയം മേഖലകളിലാണ് വ്യാപകമായി തെരച്ചിൽ നടത്തിയത്. അവിടെ കുട്ടിയെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ കുളങ്ങളിൽ രാവിലെയോടെ അഗ്നിരക്ഷാസേനയുടെ തെരച്ചിൽ പുനരാരംഭിക്കും. കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചാകും ദൗത്യം നടത്തുക. ചിറ്റൂർ മേഖലയിൽ പോലീസിന്റെ തെരച്ചിലും ഊർജിതമായിട്ട് തുടരുകയാണ്. ഇന്നലെ TV കണ്ടുകൊണ്ടിരിക്കെ സഹോദരനുമായി പിണങ്ങിയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. ഇക്ബാൽ റക്കൽ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, സുഹാനെ കണ്ടെത്തി എന്ന വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ നമ്മൾ കരുതിയതാണ്. ഇന്ന് രാവിലെയെങ്കിലും നമുക്ക് സാധിക്കുമെന്ന്, പക്ഷേ കണ്ടെത്തിയിട്ടില്ല. 6 വയസ്സുകാരനായി നാടിപ്പോൾ നെട്ടോട്ടം ഓടുകയാണ്. അവൻ എങ്ങോട്ടാണ് പോയത് ഇക്ബാൽ? എന്തെങ്കിലും സൂചനകൾ നാട്ടുകാർ നൽകുന്നുണ്ടോ? CCTVയിലാണെങ്കിൽ സുഹാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമില്ല. ഇത് വല്ലാതെ ആശങ്കയുണ്ടാക്കുന്നു. മാത്രമല്ല ആ പ്രദേശത്തൊന്നും അങ്ങനെ CCTV ഉള്ള സ്ഥലങ്ങളുമല്ല, അല്ലേ ഇക്ബാൽ? അരുൺകുമാർ, ഈ എരുമങ്കോട് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിനിടയിലാണ് സുഹാൻ്റെ വീട് ഉള്ളത്. ഇവിടെ ഒരുപാട് പാടങ്ങളും അതുപോലെ തന്നെ ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് കുളങ്ങളുമുണ്ട്. ഇന്നലെ 11 മണിക്ക് സുഹാനെ കാണാതാവുന്നു. പിന്നീട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഈ കുട്ടിക്ക് വേണ്ടി നടത്തുന്നു. ആദ്യം നാട്ടുകാരാണ് തിരച്ചിൽ നടത്തുന്നത്. പിന്നീട് 2 മണിയോടുകൂടി പോലീസ് തിരച്ചിൽ നടത്തുന്നു. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തി എത്തിയത് സുഹാൻ്റെ വീടിന് സമീപത്തുള്ള കുളത്തിൻ്റെ അരികിലാണ്. ആ കുളത്തിലെല്ലാം പരിശോധന എല്ലാം നടത്തിയിരുന്നു. ഇപ്പോഴും പോലീസ് സുഹാന് വേണ്ടി വ്യാപകമായി തന്നെ തിരച്ചിലും പരിശോധനയും നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ ഫയർഫോഴ്സ് എല്ലാം പരിശോധന നടത്തിയിട്ടുള്ള കുളങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോഴും കരകളിൽ വിവിധ നാട്ടുകാർ വന്ന് നിൽക്കുന്നത് കാണാം. നമുക്കത് സുഹാനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് സുഹാൻ ഒരു വിളി കേട്ട് സുഹാൻ തങ്ങളുടെ അരികിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് പരിശോധനയിൽ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തി ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ചിറ്റൂർ മേഖലയിലെ വ്യാപകമായി തന്നെ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എല്ലാം ഉള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. എവിടെ നിന്നെങ്കിലും സുഹാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ സുഹാനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നാട്ടുകാരിൽ ചില ആളുകൾ സുഹാനെ കണ്ടു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു. ഇവരെ പോലീസ് വിളിച്ച് മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. പക്ഷേ ഇവരിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസ് സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ 11 മണിയോടുകൂടി കൂട്ടുകാർക്ക് ഒപ്പമെല്ലാം കളിച്ചതിന് ശേഷം വീട്ടിലേക്ക് എത്തിയ സുഹാൻ പിന്നീട് സഹോദരനൊപ്പം TV കണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സഹോദരനൊപ്പം സംസാരിക്കുന്നതിനിടയിൽ തർക്കമുണ്ടായി പിണങ്ങുന്നത്. സ്വാഭാവികമായി കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു തർക്കമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ സുഹാൻ പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി മാറുകയായിരുന്നു. മെല്ലെ നടന്ന കുട്ടി പിന്നീട് തിരിച്ചെത്തുമെന്നുള്ളതാണ് സഹോദരനും വീട്ടിലുണ്ടായിരുന്ന മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മക്കളും എല്ലാം കരുതിയത്. അങ്ങനെ സുഹാൻ ഇടയ്ക്ക് പോയാലും അധിക ദൂരമൊന്നും പോവാതെ തിരിച്ചെത്താറുമുണ്ട്. പക്ഷേ ഇന്നലെ സുഹാൻ തിരിച്ചെത്തിയില്ല. ഇതോടുകൂടി വീട്ടുകാർ ഭയപ്പെടുകയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ നടത്തുകയും ചെയ്തതാണ്. ഇപ്പോഴും സുഹാനുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴാണ് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം 20 മണിക്കൂറിലേറെയായി ഈ സുഹാനെ കാണാതായിട്ട്. 11 മണിയോടുകൂടി ഇന്നലെ കാണാതായ കുട്ടിയാണ്. ആ കുട്ടിയെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഉള്ളത്. വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയും ഇന്നലെ രാത്രിയിലെല്ലാം
പോലീസ് അവൻ നടത്തുകയും സുഹാൻ ചെയ്തത്. പോകുന്ന ഏതായാലും സമയത്ത് രാവിലെ വെളുത്ത വീണ്ടും വരെയുള്ള ടീഷർട്ടും ഒരു കറുത്ത ട്രൗസറുമാണ് ധരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വസ്ത്രമല്ല അവൻ പോകുന്ന സമയത്ത് ധരിച്ചിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സുഹാൻ മോനെ എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ അടക്കം അവിടെയുണ്ട്, ഇപ്പോഴും സ്ഥലത്ത് തുടരുകയാണ്. പോലീസിന്റെ പരിശോധനയും ഒരു ഭാഗത്ത് തുടരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഹാനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി ചിറ്റൂർ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങുക. രാവിലെ തന്നെ നമുക്ക് കുഞ്ഞിനെ ഒന്ന് കണ്ടെത്തിയാൽ നന്നായിരിക്കും.